ഇങ്ങനത്തെ നിരീക്ഷക്കാരനോ BJP സ്പോക്സ് പേഴ്സൺ എന്തിനാ വിളിക്കുന്നത്? വേറെ ആളെ സംസാരിക്കാൻ വേണ്ടി നിന്റെ ഗൂഢാലോചന ഇവിടെ പറ്റൂല പണിക്കറ. ഞാൻ പറയും നല്ല കുടുംബത്തിൽ പറഞ്ഞവരാണെന്ന് തോന്നുന്നു. സംസ്കാരമുള്ള ഭാഷ നിന്റെ ഗൂഢാലോചന ഇവിടെ പറ്റൂല പണിക്കറ. ഞാൻ അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന അല്ല ഒന്ന് പറയാം. കോൺഗ്രസ് കെ സുധാകരൻ താങ്കളെ അറിയത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ തീരുമാനമായോ? നേതാക്കളെ ബഹുമാനിക്കുന്ന രീതിയിൽ, താങ്കളുടെ നേതാക്കളെ സംബോധന ചെയ്യുന്ന രീതിയിൽ ചർച്ചയിൽ വരുന്ന മറ്റുള്ള ആൾക്കാരെ സംബോധന ചെയ്യാതിരിക്കും ദയവ് ചെയ്ത്. അങ്ങനെ ആയത് കൊള്ളാത്ത ആളുകളൊക്കെ ഉണ്ട്, കൊള്ളാവുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. ആ ഷെമാ മുഹമ്മദ് കരസി ആളുകളൊക്കെ ഉണ്ട്, കൊള്ളാവുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ. ആ ഷെമാ മുഹമ്മദ് കരസി ഇതൊക്കെ ആയിട്ട് വന്ന് ചാനലിൽ അടികൂടി പോയെങ്കിൽ പോലും ഈ ഷെമ നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന, ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ അറിയുന്ന ഒരു ലേഡിയാണ്. അമ്മാവിനെയൊക്കെ ഇട്ട് വർപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ദേശീയ ചാനൽ. ശ്രീത്തുമായിട്ട് മാത്രമാണ് പ്രശ്നം കുറച്ച് പരിക്ക് പറ്റിയിട്ടുള്ളൂ. അപ്പം പിന്നെ അപ്പൊ അവരെ പക്ഷെ സീരിയസ് ആയിട്ട് പറയാനല്ലേ വേണ്ട കണ്ടാത്തോണ്ട സീരിയസ് ആയിട്ട് അവര് കൊള്ളാവുന്ന എനിക്ക് ഞാൻ അവരെ രാഷ്ട്രീയമായിട്ട് അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഷെമാ മുഹമ്മദ് അവർക്ക് ദേശീയ തലത്തിൽ വെക്കാൻ പറ്റിയ നല്ലൊരു ഫേസ് ആണ്. ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട ദിസ് ഇസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. ഇത് കോൺഗ്രസ് പാർട്ടിയിലെ പറയുന്നത്. ഞാൻ ചോദിക്കുന്നു, ഇന്നത്തെ ഈ കുട്ടികൾ, കേരളയിലെ കൊച്ചുങ്ങൾ, ഇന്ത്യയിലെ കൊച്ചുങ്ങൾ മറുപടി എന്താണ്? എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? സന്ദീപ് ഷമാ മുഹമ്മദ് ആ ചോദ്യത്തിനുള്ള മറുപടി ദയവായി എന്ന് പറയൂ. സമാധാനം പറഞ്ഞാൽ മതി, ചരിത്രം പറഞ്ഞു നിൽക്കാൻ സമയമില്ല. ഇപ്പൊ ഞാൻ ചോദിച്ച സ്പെസിഫിക് ആയുള്ള ചോദ്യത്തിന് കുറിച്ചൊക്കെ സംസാരിക്കാം. ന്യൂസ് അവറിൽ 2-3 ദിവസം നീറ്റ് ചർച്ച ചെയ്തതാണ്. സംസാരിക്കണം, എനിക്ക് റൈറ്റ് ടു ഇൻഫർമേഷനെ പറ്റി സംസാരിക്കണം, എനിക്ക് ഈ ബുൾഡോസർ ജസ്റ്റിസിനെ പറ്റി സംസാരിക്കണം. ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല ഡോക്ടർ ഷമാ മുഹമ്മദ്. പാർലമെന്റിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു CM, ജാർഖണ്ഡിലെ CM ഉള്ളിൽ മറ്റേ CM-ന്റെ മേലെ ഓൾറെഡി ഇത് ബെയില് കിട്ടിയിട്ട് പിന്നെ ഇവര് CBI കേസ് ഇട്ടിരിക്കുക. എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? എവിടെയാ ജനാധിപത്യം? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? 5 മിനിറ്റ് ഡോക്ടർ ഷമയ്ക്ക് ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ച് പറയാനുള്ള അവസരം തരാം. അവസാനത്തെ 5 മിനിറ്റ് തരുന്നതായിരിക്കും. ഇപ്പോൾ ഇതിന് മറുപടി പറയും. എല്ലാം അദ്ദേഹം പറഞ്ഞിരിക്കുക, ഞങ്ങൾക്ക് ജനങ്ങളെ ഈ ശബ്ദങ്ങൾ, അതുകൊണ്ടല്ലേ ഞങ്ങൾ ഭരണഘടന എടുത്തിട്ട് മുന്നോട്ട് പോയി. എന്തുകൊണ്ടാണ് അവര് ചോദിച്ചോ ഫൈസാബാദിൽ വേണ്ട ഷമാ മുഹമ്മദ് AICC വക്താവാണ്. ദയവായി ഇന്നത്തെ വിഷയത്തിൽ ഒതുങ്ങി നിന്ന് സംസാരിച്ചാൽ നമുക്ക് ചർച്ച നന്നായി മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വരാം. അപ്പോഴെങ്കിലും വിഷയത്തിലേക്ക് വരൂ ഡോക്ടർ ഷമാ മുഹമ്മദ്. ജയിച്ചുകഴിഞ്ഞാൽ ഭരണഘടന ഉയർത്തിപ്പിടിക്കും എന്ന് അന്ന് പ്രമുഖ ഭരണഘടനാ വിദഗ്ധനായ രാം ജത്മലാനി പറഞ്ഞു, ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കുക വെച്ചാൽ കൈകൊണ്ട് ഉയർത്തിപ്പിടിക്കുന്ന കാര്യമല്ല, അത് വായിച്ച് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കലാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഭരണഘടന കൈകൊണ്ട് ഉയർത്തിപ്പിടിക്കില്ലല്ലോ. പറഞ്ഞ കാര്യങ്ങൾ അവര് തുടക്കം മുതൽക്ക് തന്നെ ഇങ്ങനെ ആട് പച്ച ചെയ്യുന്നത് പോലെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് സെലക്ട് ചെയ്ത ചില കാര്യങ്ങൾക്ക് മാത്രം മറുപടി പറയാം. ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് മറുപടി പറഞ്ഞതാണ്. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? അതിന്റെ മറുപടി പറഞ്ഞതാ. അപ്പൊ ചർച്ചയിൽ വന്നാൽ ക്ഷമ അതൊരു നാടൻ പ്രയോഗമാണ്. ഞാൻ ഈ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇമാതിരി കച്ചട ഇംഗ്ലീഷൊന്നും ക്ഷമ ഒരു വിഷയത്തിൽ നിന്നും മറ്റൊരു വിഷയത്തിലേക്ക് തെന്നിപ്പോകുന്നതിന് കേരളത്തിൽ പറയാതെ സ്ത്രീയെ മലയാളികൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് ആട് പച്ചില തിന്നുന്ന പോലെ എന്നുള്ളത്. അത് കേരളത്തെ കുറിച്ച് സാമാന്യൻ അറിയുന്ന, മലയാളം സാമാന്യൻ അറിയുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. ഈ MOUന്റെ കാര്യം പറയുന്നുണ്ടോ? അതിന്റെ തെളിവ് കാണിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ മേലെ കേസിടാൻ പറ്റും, അതറിയോ? ശ്രീമതി ഷമാ മുഹമ്മദ് എനിക്കെതിരെ കേസ് കൊടുക്കും. ചൈനയുമായി രാഹുൽ ഗാന്ധി ഒപ്പിട്ടിട്ടുള്ള MOU സംബന്ധിച്ച് തെളിവ് കൊടുത്തില്ലെങ്കിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നാ താൻ പോയി കേസ് കൊണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ക്ഷമയോട്. ഇന്ത്യ ടുഡേ 2008 കൊടുത്തുള്ള വാർത്ത ഞാൻ വായിച്ചു തരാം.
Congress, Chinese Communist Party sign MOU. The memorandum of understanding provides the two parties the opportunity to consult അല്ല, അത് each other. ഇത് 2008 ഇത് 2008 ഇന്ത്യ ടുഡേ കൊടുത്ത വാർത്തയാണ്. എനിക്ക് ഇന്ന് ചോദിക്കേണ്ട ചോദ്യം, ബി ജെ പിയുടെ ഒരു പ്രതിനിധി അവിടെ ഇരിക്കുന്ന എപ്പോഴും പറയാം പല നിരീക്ഷണമാണ് ഇദ്ദേഹം പണിക്കർ. എനിക്ക് വായി തോന്നുന്ന ക്യാമറ. ഇനി ഇതിൽ രണ്ട് കൂട്ടരും പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ഞാൻ മറുപടി പറയാം. ആദ്യം തന്നെ ശ്രീമതി ഷമാ മുഹമ്മദിനോട് വിനീതമായിട്ട് പറയാനുള്ളത്, നമുക്കിപ്പോൾ ഈ ചാനൽ ലൈവ് ഫീഡ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് കാണുന്ന സമയത്ത് എൻ്റെ പേരിനൊപ്പം രാഷ്ട്രീയ നിരീക്ഷകരെന്നും താങ്കളുടെ പേരിനൊപ്പം കോൺഗ്രസ് എന്നുമാണ് എഴുതിയിരിക്കുന്നത്. താങ്കൾ, ഞാൻ മനസ്സിലാക്കുന്നത്, പല്ല് ഡോക്ടർ ആണെന്നാണ്. താങ്കളുടെ പേരിന്റെ താഴെ പല്ല് ഡോക്ടർ, ഷമാ മുഹമ്മദ് പല്ല് ഡോക്ടർ എന്നല്ലല്ലോ എഴുതിയിരിക്കുന്നത്. അതേപോലെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ താങ്കൾ ഒരു മലയാള ഭാഷാ പണ്ഡിതയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഷമാ മുഹമ്മദ് മലയാള ഭാഷാ പണ്ഡിത, അങ്ങനെയല്ലല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളത് വളരെ വിനീതമായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുന്നു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. അത് അവതാരക എന്ന നിലയിൽ ഞാൻ പറയേണ്ടതല്ലേ? മറ്റു രണ്ടുപേർ അവിടെ മറുപടി പറയാനായി രണ്ടുപേരുടെ ടേൺ അവിടെയുണ്ട്. താങ്കൾക്ക് കിട്ടുന്ന അവസരത്തിൽ താങ്കൾ മറ്റെന്തൊക്കെയോ പറയുകയാണ്. ക്ഷമിക്കൂ ഷമ. അഫ്സൽ പറയൂ. കോൺഗ്രസ് ശക്തരായ സഖ്യകക്ഷികളില്ലാതെ ഒറ്റപ്പെടുമോ? ഇതില് എനിക്കിപ്പം ശിവസേനയും NCP പറ്റി സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ കോൺഗ്രസ് കരകയറും, തോൽവി ഉണ്ടാവും, അതാണ് രാഷ്ട്രം. ഇപ്പം എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. രാഷ്ട്രത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഒരേ കാര്യം പറയാൻ പറ്റുള്ളൂ. രാഷ്ട്രത്തിൽ ഞാൻ കണ്ടെത്തോളം പറഞ്ഞ അബദ്ധാവോ എന്തോ, അത് ഉറപ്പാണല്ലോ. എൻ്റെ അനുഭവത്തിൽ നിന്ന് എവറി ഡോഗ് ഹാസ് ഇറ്റ്സ് ഡേ ആൻഡ് എവറി ഡോഗ് കംസ് ബാക്ക്. എല്ലാ പട്ടിക്കും അവരവരെ ദിവസമുണ്ട്, പട്ടികൾ തിരിച്ചു വരികയും ചെയ്യും. സോ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പോയോ, അത് ഞങ്ങൾക്ക് മനുഷ്യനെ പക്ക പൊട്ടനായി പോയാൽ എന്ത് ചെയ്യും? അപ്പം എപ്പോഴും നിങ്ങൾ പറയുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് ഒരു കാര്യം വിചാരിച്ച് അദ്ദേഹം ചെയ്യുന്നതും അത് സത്യമാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ സംഭവിച്ചില്ല. ഇത്ര ദയനീയ തോൽവിയാണ് എന്ന് മാത്രമേ സൂചിപ്പിച്ചുള്ളൂ. നിങ്ങൾ എപ്പോഴും രാഹുൽ ഗാന്ധിയെ അനുകൂലിച്ച് എന്തെങ്കിലും പറയാതെ തിരിച്ച് ICC ഓഫീസിലേക്ക് ചെല്ലാൻ കഴിയില്ലെങ്കിൽ വീണ്ടും പറഞ്ഞോളൂ, സമയമില്ല. നടന്ന ഹരിയാന മഹാരാഷ്ട്ര സന്ദേശം കൊണ്ടുപോകുന്നതുമാണ്. സമയം അവസാനിക്കുന്നു, ക്ഷമിക്കണം. ന്യൂസ് അവർ അവസാനിക്കുകയാണ്. ഇനി കോൺഗ്രസിനെ ഈ ഗതിയിലാക്കിയ കേജ്രിവാളിന്റെ തകർച്ചയിൽ സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ സന്തോഷമുണ്ടാകും. എന്നാൽ BJP അധികാരത്തിൽ വരുന്നതിൽ സങ്കടമുണ്ടോ എന്ന് ചോദിച്ചാൽ സങ്കടം ഉണ്ടാകും. വല്ലാത്തൊരവസ്ഥയാണോ കോൺഗ്രസിന്? എന്നതല്ലേ ഇതിങ്ങനെ പോയാ എന്നതാവല്ലേ? പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും 0 സീറ്റാണ്. 0-ൽ കോൺഗ്രസിന് ഹാട്രിക് ആണ് ദില്ലി. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത്. ഒരു വലിയ യുദ്ധം ജയിക്കണമെങ്കിൽ ചെറിയ ചെറിയ യുദ്ധങ്ങൾ നമ്മൾ തോൽക്കണം. ഒരു വലിയ യുദ്ധം ജയിക്കണമെങ്കിൽ ചെറിയ ചെറിയ യുദ്ധങ്ങൾ നമ്മൾ തോൽക്കണം. സാധാരണയായി ജർമ്മനിയിലും പരിസര പ്രദേശങ്ങളിലും കണ്ടുവരുന്നൊരു ഞാൻ കണ്ടു, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ കച്ചറ ഭയങ്കരമായിട്ട് കൃത്യം രാവിലെ 8 മണിന്റെ മുമ്പേ കച്ചറ എടുക്കുന്നുണ്ടായിരുന്നു. അതിന് മുമ്പേ കച്ചറ എല്ലാം അവിടെ ഉണ്ടാവും പുറത്ത്. എന്നിട്ട് ഇന്നലെ ഞാൻ നടക്കാൻ പോയാലും എൻ്റെ എല്ലായിടത്തും കച്ചറ. പോയത് അത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. നമ്മൾ ബുദ്ധിപൂർവ്വം ജയിക്കണം. അതെ, അതാ ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, വലിയ യുദ്ധം ജയിക്കാൻ ചെറിയ യുദ്ധങ്ങൾ ഞങ്ങൾ തോക്കേണ്ടി വരും. കോൺഫിഡൻസ് കാണുമ്പോഴാ എനിക്കൊരാശ്വാസം. അത് മോൾക്ക് അവന്റെ കോൺഫിഡൻസിനെ പറ്റി അറിയാനിട്ടാ. മുമ്പ് തോറ്റ എല്ലാ ഇലക്ഷനും ഇതേ കോൺഫിഡൻസ് ആയിരുന്നു. എൻ്റെ അനുഭവത്തിൽ നിന്ന് എവറി ഡോഗ് ഹാസ് ഇറ്റ്സ് ഡേ ആൻഡ് എവറി ഡോഗ് കംസ് ബാക്ക്. എല്ലാ പട്ടിക്കും അവരവരെ ദിവസമുണ്ട്, പട്ടികൾ തിരിച്ചു വരികയും ചെയ്യും.